ഓൾസോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് വലിയൊരു സുഖമില്ല എൻ്റെ വോയിസിൽ, ബിക്കോസ് കുറച്ച് വയ്യാതായിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റർബിംഗ് ഉണ്ടാവും, നിങ്ങളെല്ലാവരും ഇഗ്നോർ ചെയ്യാം. സോ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. കുറേ ആയി, കുറച്ച് സുഖമില്ലാത്ത കാരണം എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ലേറ്റായി പോയതാണ്. സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള മടിയല്ല, ഒന്നാമത് ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ കാരണം കൊടുക്കാൻ പറ്റാതിരുന്നതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കാക്കയും ദീദിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ വയറിന് അധികം സ്പൈസി ആയിട്ടുള്ളതൊന്നും വേണ്ടാത്ത കാരണം ഞാൻ മൈൽഡായിട്ട് പാസ്ത ചൂടാക്കി കഴിച്ചു. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിയ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കാലിക്കറ്റ് പോകണം, അവളുടെ എന്തോ ഇൻറ്റേൺഷിപ്പിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡി ആക്കണം, അപ്പോൾ കോർട്ടിൽ പോകണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, ഞങ്ങൾ വരുന്നത് നമുക്ക് ഒരുമിച്ച് പോവാം, ഞങ്ങൾ ഹൈലൈറ്റിൽ അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൂടെ കൂടിയത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ആകെ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വേഗം റെഡിയായി വരാനൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ചേട്ടൻ ഇവിടെ തന്നെ മാറ്റിയതാണ്. അപ്പോൾ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ആൻഡ് ഓൾസോ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, അവൾ ലോ ആണ് പഠിക്കുന്നത്. സോ അവർക്ക് ഇയർലി ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. സോ അത് അവർക്ക് ചൂസ് ചെയ്യാം എവിടെ ചെയ്യണം എന്നുള്ളത്. സോ അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഇതായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ലുക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനൊരു ന്യൂ ഡാർക്ക് ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത്. എപ്പോൾ ഞാൻ റെഡാണ് ഇടാറ്, വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദി ന്യൂ ലിപ്സ്റ്റിക് ഐ ട്രൈഡ് ഫ്രം മാമഎർത്ത്. സോ ദിസ് ആർ ദി ഫ്യൂ ലിപ്സ്റ്റിക്സ് ഫ്രം മാമഎർത്ത്. മാമഎർത്തിൻ്റെ ക്രീമി മെറ്റൽ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഓൾസോ ഇത് 8 hours ലോങ് സ്റ്റേ ചെയ്യുന്നുണ്ട്. ആൻഡ് എൻറിച്ച്ഡ് വിത്ത് മുർമുറെ ബട്ടർ ആൻഡ് വൈറ്റമിൻ ഇ ആണ്. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇത് നോൺ ഡ്രൈയിങ് ആണ് ആൻഡ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. നമുക്ക് ഡെയിലി യൂസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് നല്ല രീതിയിലുള്ള ഒരു ടിൻറ്റും അതുപോലെ തന്നെ ഇത് അത്യാവശ്യം സ്റ്റേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്മൂത്ത് ആൻഡ് ക്രീമി ടെക്സ്ചറായിട്ടാണ് വരുന്നത്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ന്യൂഡായിട്ടുള്ളവർക്ക് ന്യൂഡായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്കായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടോട്ടൽ 9 ഷെയ്ഡ്സ് വരുന്നുണ്ട്. റൂബി ക്രഷ്, റോസ് ന്യൂഡ്, പിങ്ക് റോസ്, മോവേ ബ്ലൂം, ടുലിപ്പ് മാഗ്നറ്റ, ആപ്രിക്കോട്ട് ടോപ്പ്, പില്ലോ ന്യൂഡ്, ഹെബിസ്കസ് ന്യൂഡ്, ക്രാൻബെറി ക്രഷ്, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു വീഡിയോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രാൻബെറി ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡാർക്ക് ലുക്ക് തരും നമ്മുടെ ലിപ്സ്റ്റിക്കിന്. ഒരു രീതിയിലുള്ള ടോക്സിൻസോ ഹാംഫുൾ കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് 9 വൈബ്രൻറ്റ് ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. അവർ ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന രീതിയിലാണ് എല്ലാ ലിപ്സ്റ്റിക്സും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പോൾ മാമഎർത്തിൻ്റെ പ്രൊഡക്ട്സ് ഓഫ്ലൈൻ സ്റ്റോഴ്സിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്, ഓൺലൈനിൽ മാത്രമല്ല. നമുക്ക് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിൾ, ഇതുകൂടാതെ നിങ്ങളുടെ നിയർ ബൈ ഉള്ള ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാവുന്നതാണ് മാമഎർത്തിൻ്റെ പ്രൊഡക്ട്സ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. സോ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ 20% ഓഫറും കിട്ടുന്നതാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഡീൽ. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ ഒരു പോക്ക് പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ പ്ലാനും ഇല്ല. പ്രത്യേകിച്ച് ഞാനും ജയാനും ദീദിയും ഫസ്റ്റ് അവിടെ ഹൈലൈറ്റ് മോളിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ഹൈലൈറ്റ് മോളിൽ ഡ്രോപ്പ് ചെയ്താൽ ഞങ്ങൾ വെറുതെ ചുറ്റി കറങ്ങിക്കോളാം, എന്തായാലും വീട്ടിൽ വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കയറി കൂടിയതായിരുന്നു. അപ്പോൾ നിയ പറഞ്ഞു അവൾക്ക് ലേറ്റായിട്ട് പോയാൽ മതി. സോ ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റ് ഹൈലൈറ്റ് മോളിൽ പോയത്. ഫസ്റ്റ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ പണി തീർത്തിട്ട് വരാം, ഞങ്ങളിവിടെ ഇറക്കിത്തരാമെന്ന്. പിന്നെ ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ പോകാൻ വിചാരിച്ചു. അങ്ങനെ കുറേ തണ്ടറിന് ശേഷം ഞങ്ങൾ ടയേർഡായി നിൽക്കുന്നതാണ് ഈ കാണുന്ന ക്ലിപ്പ്. ആൻഡ് ഒരു പണി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പണി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നീ പറഞ്ഞു ഹാൻഡ് നമുക്ക് മിറർ മേസിൽ കയറാം. അപ്പോൾ ഞാനും കയറിയിട്ടില്ല, മുന്നേ എവിടേക്കോ പോയപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവമുള്ള കാര്യം കാണുന്നതാണ്.
അപ്പോൾ അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമല്ല. അപ്പോൾ പെർ പേഴ്സൺ 50 റുപ്പീസോ 25 ആണോ 50 റുപ്പീസ് അങ്ങനെ എന്തോ ആയിരുന്നു, I mean 50. അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യിലൊരു ഇത് തരും, എന്താ പറയുക, ജസ്റ്റ് നമുക്ക് നമ്മൾ അപ്പാടങ്ങ് പോയി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ടച്ച് ചെയ്ത് ഗ്ലാസ് ഏതാ അല്ലെങ്കിൽ പോകാനുള്ള സ്പേസ് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം കളയാൻ കയറിയതാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് തീർന്ന പോലെ ഉണ്ടായിരുന്നു. നമ്മൾ എൻഡോ ചെയ്യുന്ന ഡോറല്ലാതെ നമ്മൾ എക്സിറ്റ് ഇതിൽ കൂടെ അങ്ങനെ തട്ടിക്കളിച്ച് എക്സിറ്റ് ചെയ്യണം. ഈ ഒരു ചെറിയൊരു സെറ്റപ്പാണ് സംഭവം. എന്താ പറയുക, വെറുതെ ഒരു പണിയില്ലാതെ ഇരിക്കുന്നവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു സംഭവം. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് ടൈം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ഡോറൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങണ്ട, നമുക്ക് വെറുതെ ഇതിൻ്റെ ഉള്ളിൽ ചുമ്മാ നിൽക്കാൻ പറഞ്ഞിട്ട് വെറുതെ തട്ടി കളിച്ചു. എക്സിറ്റ് ഡോർ നമ്മൾ വേഗം എത്തുന്നുണ്ട്, കാരണം ചെറിയൊരു ടൈം മതി അതിനുള്ളിൽ നിന്ന് എൻട്രി ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാം. സോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുമ്പോൾ ഈ ഒരു ഡെസേർട്ടിൻ്റെ സംഭവം അവിടെ ഒരു ചേച്ചി ഇങ്ങനെ സാമ്പിൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെ മേടിച്ചതായിട്ട്. ഈ ഒരു ഡെസേർട്ട് ഹൈലൈറ്റിലൊക്കെ പോകുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് കൊടുക്കുക. ഇതിന് 99 റുപ്പീസ് എന്തോ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു എമൗണ്ടിന് വർത്തായി തോന്നി, ബിക്കോസ് നല്ല ഫില്ലിംഗ് ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഷോപ്പിൻ്റെ പേര് എനിക്ക് കിട്ടിയില്ല. ക്രീപ്പാണ് സംഭവം, അതിനെന്താ പറയുക, ക്രീപ്പാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും ചെയ്യാനും വേറെ ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നാളികേരം എന്ന് പറഞ്ഞ പായസത്തിൻ്റെ ഷോപ്പിൽ നിന്ന് ഇവർ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം. പക്ഷേ നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചതിന് മേലെ കഴിക്കുമ്പോൾ നമ്മൾ മസ്തായി പോവും. അതും കൊള്ളായിരുന്നു, നല്ലൊരു സാധനമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും തേരാപ്പാര ദീദിക്ക് ഇങ്ങനെ ഡ്രസ്സ് നോക്കണം എന്ന് പറഞ്ഞിട്ട്, എന്തായാലും നമ്മൾ ഒരു ഹാലില്ലാതെ വന്നതാണെങ്കിലും എങ്ങനെയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആവശ്യം വരും ഷോപ്പിൽ പോയിട്ട് കാണുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കങ്ങനെ ഹീൽസ് ഇട്ട് പരിചയം, പക്ഷേ ഈ ഒരു ഹീൽസ് കണ്ടപ്പോൾ എനിക്കത് ഇട്ട് നോക്കണം. അപ്പോൾ എൻ്റെ പ്രസനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷെ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു സംഭവമാണ് ഹീൽസ്. എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവമാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, നോർമൽ ക്രോക്സും ഒക്കെ. പിന്നെ നമ്മുടെ ഗേൾസിൻ്റെ ഫേവറേറ്റ് പാർട്ട് മിനീസോ. ഒന്നും മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സുഖമാണ്. അപ്പം ഞാൻ ഓരോന്നും നോക്കുന്നുണ്ടായിരുന്നു. ദീദിയുടെ എന്താ പറയുക, എന്തെല്ലോ കോസ്മെറ്റിക്സൊക്കെ ഇട്ടാക്കാൻ പറ്റിയ നല്ലൊരു പോട്ട് പോലത്തെ സംഭവം, സിംഗിൾ പോട്ട് പോലത്തെ സംഭവം തപ്പിയിറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് ഓരോ സംഭവം. എല്ലാ സാധനങ്ങളും കണ്ടാൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തോന്നും. പക്ഷെ നമുക്ക് എന്താ പറയുക, കുറേ കാര്യങ്ങൾ യൂസ്ഫുൾ ആണെങ്കിലും വെറുതെ എല്ലാ സാധനങ്ങളും അടിപൊളിയാണ് കാണാൻ. ബോട്ടിൽസ് ആയിക്കോട്ടെ, മിറേഴ്സ് ആയിക്കോട്ടെ, ഇതുപോലത്തെ ഓർഗനൈസേഴ്സ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഓർഗനൈസേഴ്സിനെ കുറിച്ച്. നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ ഇവിടെയും കിട്ടും കേട്ടോ. ഒരുപാട് ഓർഗനൈസേഴ്സ് ഞാൻ അവിടെ കണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഓർഗനൈസേഴ്സ് ഒരു അഫോർഡബിൾ പ്രൈസിൽ നോക്കുന്നുണ്ടെങ്കിൽ മിനിസോലുണ്ട്. എനിക്ക് നല്ല അഫോർഡബിൾ ആയി തോന്നി. അതിൽ ചില ഓർഗനൈസേഴ്സിനൊക്കെ 199 ഉള്ളൂ. ഞാൻ എടുക്കണം വിചാരിച്ചു. പിന്നെ ഒരുപാട് ആളുകളുണ്ടാവും, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് മടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് പോവാം, ഇനിയിപ്പോൾ ഓരോന്ന് എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കാതിരുന്നതാണ്. ഈ ഒരു സെക്ഷനൊക്കെ നോക്കി നല്ല ഭംഗിയില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക, എന്തോ കുറച്ച് സാധനങ്ങൾ വേണ്ടിയിരുന്നു, ഒരു 2-3 ഐറ്റംസ്. സോ അതും എടുത്തിട്ട് വേഗം ബില്ല് ചെയ്ത് ഇറങ്ങി. ഈ ഓരോ ബോട്ടിൽസൊക്കെ കണ്ടിട്ട് എനിക്ക് എടുക്കണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനം കാണുമ്പോൾ നമ്മൾ ഗേൾസ് വീണ് പോകും. അതൊരു ഫെമിനിൻ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു കടയിൽ തന്നെ കുറച്ച് നേരം അധികം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ടും എനിക്ക് ചെന്നൈയിലോട്ട് കോളേജിലോട്ട് കൊണ്ടുപോകാൻ ബോഡി വാഷും കാര്യങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് R&B എന്നാണ് ഞാൻ ബോഡി വാഷും അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചത്. ഇതെന്തോ അവിടുത്തെ സാധനങ്ങൾ നല്ല അഫോർഡബിളായി തോന്നി. 199 ഒക്കെ ബോഡി വാഷിന് വരുന്നുള്ളൂ, നല്ല ഫ്രാഗ്രൻസ് ഉള്ള ബോഡി വാഷ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ല ചൂടായ കാരണം മേടിച്ചു നോക്കിയതാണ്. പക്ഷെ ഒട്ടും ഗുണമില്ലായിരുന്നു. ഞാൻ എസ്റ്റോന്ന് എടുത്തതായിരുന്നു. ഈ തണ്ണിമത്തനാകെ ഒരു വാടിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോയി. സോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഡേ എന്ന് പറഞ്ഞാൽ. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണെങ്കിലും ദ ഡേ വാസ് ഗുഡ്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് സൂൺ ഒരു വീഡിയോ ആയിട്ട് കാണാം.
എനിക്ക് കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും എന്താ പറയുക, റിക്കവർ ആയി കഴിഞ്ഞാൽ ബാക്ക് സൂൺ വീഡിയോസ് ചെയ്യാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.